ഇച്ചാക്കനെ നമ്മളിപ്പോ അഭിനയിപ്പിക്കാൻ വിടുന്നില്ല. പുള്ളിക്കാരൻ സുന്ദരനാണ്, സമൂഹനാണ്, എന്നാലും സിനിമയിൽ അനിയൻ മതി. ഈ ഇച്ചാക്കാന്നുള്ള വിളി ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന ലാലേട്ടൻ മമ്മൂക്കാനെ വിളിക്കുന്ന വിളിയാണ്. ഇത് എങ്ങനെയാ നിങ്ങളുടെ ഇടയിൽ വിളി? എന്റെ ജ്യേഷ്ഠതുല്യനായിട്ട് ഉള്ളതാണ്. അപ്പൊ പിന്നെ ഞാൻ ഈ കോവിഡിന്റെ സമയത്തൊക്കെയും ഇച്ചാക്കയുടെ വീട്ടിലായിരുന്നു ഞാൻ താമസമൊക്കെയും ഫാമിലി ആയിട്ട്, ഇച്ചാത്തയും പിള്ളേരൊക്കെ ആയിട്ട് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഈ കോവിഡിന്റെ സമയത്ത് ഞാൻ ഇവിടുന്ന് ചെന്നൈയിലാണ്, പാരന്റ്സ് ഒക്കെ ചെന്നൈയിലാണ്, അവിടെയാണല്ലോ വളർന്നല്ലേ, വളർന്നതും പഠിച്ചതൊക്കെ അവിടെയാണ്. അപ്പോൾ കോവിഡിന്റെ സമയത്ത് ഞാൻ അവിടേക്ക് ഇവിടുത്തെ വീടൊക്കെ വിട്ട് വെറുതെ വാടക കൊടുത്ത് ഇവിടെ താമസിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് മാറി. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുമ്പോഴേക്കും ഞാൻ ഇവിടെയാണ് താമസം. പിന്നെ അങ്ങനെ പിന്നെ ആ ബന്ധം നേരെ ഇച്ചാക്ക എന്നുള്ള രീതിയിലോട്ട്, ഇച്ചാക്ക തന്നെയായിരുന്നു ആദ്യമേ. എനിക്ക് എന്തോ എവിടെ ഒരു അങ്ങനത്തെ ഒരു ബോണ്ട് ഫീൽ ചെയ്തു. അങ്ങനെ പിന്നെ ഞാൻ ഇച്ചാക്ക എന്ന് വിളിക്കാൻ തുടങ്ങി.